ഹായ് ഓൾ. നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ നമ്മൾ രണ്ട് ലെക്ചറായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെക്ചറാണ് ഇത്. ഇതിനകത്ത് നമ്മൾ നിങ്ങളുടെ ആ ഒരു മൊഡ്യൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് രണ്ട് പാർട്ടായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പാർട്ടിനകത്ത് ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി, പിന്നെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ, ബാൻഡ് തിയറി, ഇതൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അടുത്ത ലെക്ചറിൽ നമ്മൾ എന്താ സൂപ്പർ കണ്ടക്ടേഴ്സ്, അങ്ങനെ രണ്ട് ലെക്ചർ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ ഇലക്ട്രോൺ തിയറിയാണ്. ഓക്കെ, ക്ലാസിക്കൽ ഇലക്ട്രോൺ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു തിയറിയാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഡ്രൂഡ് ആൻഡ് ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ്. അപ്പം നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എന്താ ക്വാണ്ടം മെക്കാനിക്സ് ത്രൂ നമ്മൾ ഫിസിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ, ഇനി ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള മൊഡ്യൂൾ പഠിക്കുമ്പം നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ഇതിപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തിയറിയും അതിൻ്റെ കുറച്ച് പോസ്റ്റുലേറ്റ്സും ആണ്. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുന്നത്? ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്? എ സോളിഡ് മെറ്റൽ ഈസ് കമ്പോസ്ഡ് ഓഫ് ആറ്റം ആൻഡ് ആറ്റം ഹാവ് ന്യൂക്ലിയസ് അറൌണ്ട് വിച്ച് ദർ ആർ ഇലക്ട്രോൺസ് റിവോൾവിങ് അല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു മെറ്റൽ എടുക്കുക, നമ്മളൊരു സോളിഡ് മെറ്റൽ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ട്? കുറേ ആറ്റംസ് ഉണ്ട്. ഈ ആറ്റത്തിനകത്തെല്ലാം എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റിനുമാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഇതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഇനിയും സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്? സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇൻ എ മെറ്റൽ the valence electron of an atom are free to move throughout the volume of the metal. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ വാലൻസ് ഇലക്ട്രോൺസ് എപ്പോഴും എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും മൂവ് ചെയ്യാൻ. കാരണം എന്താ? ഇപ്പം നമുക്കറിയാം, നമ്മൾ 12th സ്റ്റാൻഡേർഡിലെല്ലാം പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലും കെമിസ്ട്രിയിലും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇപ്പം അവർക്ക് ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെല്ലാവണം, എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ഒക്റ്ററ്റ് അല്ലേ, സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇവര് ഇലക്ട്രോൺസിനെ ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റടുത്തുനിന്ന് ഇലക്ട്രോൺസിനെ വാങ്ങിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, അതൊക്കെ. അപ്പോൾ അതാണ് വളരെ ബ്രീഫായിട്ട് ഇവിടെ പറയുന്നത്. വാലൻസ് ഇലക്ട്രോൺസിന് എപ്പോഴും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് മെറ്റലിനകത്ത്. ഇനി അടുത്തത് എന്താ? തേർഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് ദ ഫ്രീ ഇലക്ട്രോൺസ് മൂവ്സ് ഇൻ എ യൂണിഫോം പൊട്ടൻഷ്യൽ ഫീൽഡ് ഡ്യൂ ടു അയോൺസ് ഫിക്സഡ് ഇൻ ദ ലാറ്റിസ്. ഇവിടെ ഈ ഫിക്സഡ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കണ്ടോ, ഈ ഒരു ഫിഗറിൽ നമ്മുടെ ഈ ഒരു റെഡ് ആയിട്ടുള്ള പോയിന്റ് കണ്ടില്ലേ? ഈ റെഡ് പോയിന്റ് ഒക്കെയാണ് നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺസിനെയാണ് ഞാനിവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, കണ്ടോ? അപ്പൊ ഇലക്ട്രോൺസ് എന്താ? ഇലക്ട്രോൺസ് മൂവ്സ് ഇൻ എ യൂണിഫോം പൊട്ടൻഷ്യൽ അല്ലെ. ഒരു ലാറ്റിസിനെ ബാധിക്കാതെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഒരു യൂണിഫോം പൊട്ടൻഷ്യലിൽ ഫ്രീ ആയിട്ട് ഉള്ള സ്പേസിൽ ഇതിനകത്തൂടെയൊക്കെ മൂവ് ചെയ്യും. അതാണ് തേർഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്. ഇനി ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ്സ് ആണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേറ്റ്. എന്താ പറയുന്നത്? ഫസ്റ്റ് ഈ ഫോർത്തും ഫിഫ്ത്തും പോസ്റ്റുലേറ്റും രണ്ടും ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേറ്റ് കേട്ടോ. ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് ഇൻ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും, ഫിഫ്ത്ത് പോസ്റ്റുലേറ്റിൽ നമ്മൾ പറയുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡും. ഇവിടെ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ ഒരു സോളിഡ് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുക്കുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി ഒന്നും എന്താ വോൾട്ടേജോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഴ്സ് ഒന്നും കണക്ട് ആക്കാതെ ഇരിക്കുമ്പോൾ ഇലക്ട്രോണിന് എന്ത് സംഭവിക്കും? ഇനി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, in absence of an external electric field, the free electrons moves in random direction and collide with either positive ion fixed to the lattice
or other free electrons and the collision are elastic in nature. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മള് ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നില്ല, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക, ഇലക്ട്രോൺസിന് റാൻഡം ഡയറക്ഷനിൽ, അവർക്കൊരു റൂൾ ഇല്ല അല്ലെ, അവർക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഫിഗറിനകത്ത് കാണാം, നമ്മുടെ ബ്ലൂ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രോൺസ് അല്ലെ. ഈ ഇലക്ട്രോൺസ് എന്താ ചെയ്യുക, ഇതിനകത്തുകൂടി റാൻഡം ഡയറക്ഷനിൽ, അതിന് ഇഷ്ടമുള്ള ഡയറക്ഷൻസിൽ എങ്ങനെ വേണമെങ്കിലും അവര് മൂവ് ചെയ്യും. അപ്പൊ ഈ മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാലോ, ഇവരിങ്ങനെ മൂവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇലക്ട്രോൺസിനെ ചെന്ന് കൊളൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, നമ്മുടെ ലാറ്റിസ് പോയിന്റ് അല്ലെ, റെഡ് കളറിലുള്ള ആ ഒരു ലാറ്റിസ് പോയിന്റിനെ ചെന്ന് കൊളൈഡ് ചെയ്യാം. ഇവരിങ്ങനെ കൊളൈഡ് ചെയ്യും. സാധാരണ നമ്മൾ എന്താ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളത്, ഒരു സാധനം മറ്റൊരു സാധനത്തിനെ ചെന്ന് ഇടിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവും അല്ലെ. രണ്ട് ടൈപ്പ് ഓഫ് കൊളീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എലാസ്റ്റിക് കൊളീഷനും ഇൻഎലാസ്റ്റിക് കൊളീഷനും. ഇവിടെ ഇലാസ്റ്റിക് കൊളീഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നിട്ട് മറ്റൊരാളെ ഇടിക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, നോ എനർജി ലോസ്, അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. ഇൻഎലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ചെന്ന് ലാറ്റിസിനെ ഇടിച്ചാലും ഇലക്ട്രോൺ ചെന്ന് മറ്റൊരു ഇലക്ട്രോണിനെ ഇടിച്ചാലും അവരിങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എനർജി ലോസോ എനർജി ഗെയിനോ അങ്ങനെയുള്ള തരത്തിൽ. ഇനിയും നമുക്ക് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് നോക്കാം. ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്, when an electric field is applied to the metal, the free electrons are accelerated. The accelerated electrons moves in opposite direction of the applied എന്ന് മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ, നിങ്ങളത് മനസ്സിലാക്കണം. അപ്ലൈഡ് ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, അതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. ഞാൻ വേണമെങ്കിൽ അത് ഇങ്ങോട്ടൊന്ന് എഴുതി വെക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എന്താ, പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ, നമ്മൾ ഇതേ നോക്കിക്കേ, ഇതിപ്പം പൊട്ടൻഷ്യൽ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല അല്ലെ. ഇവിടെ ഫസ്റ്റ് ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഫിഗർ ദേ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമ്മുടെ മെറ്റലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സോളിഡ് മെറ്റലിലേക്ക് ഇവിടെ ഒന്നും ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടില്ല. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺ റാൻഡം ഡയറക്ഷനിൽ പോകുന്നുണ്ട്, കൊളീഷൻ നടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഫിഗറിൽ എന്താ കാണിക്കുന്നത്, സെക്കൻഡ് ഫിഗറിൽ വെൻ വി അപ്ലൈ ആ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, നമ്മൾ എക്സ്റ്റേണലി ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് അല്ലെ. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ എന്താണോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആര് മൂവ് ചെയ്യുക, ഇലക്ട്രോൺ മൂവ് ചെയ്യുക. അപ്പൊ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താ, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലെ. അപ്പം ഇലക്ട്രോൺ എല്ലാം എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്ക് അട്രാക്ട് ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പം ഒരു റാൻഡം ഡയറക്ഷനിൽ നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പം ഇലക്ട്രോൺസ് ഒരു റാൻഡം ഡയറക്ഷനിൽ മൂവ് ചെയ്യത്തില്ല. ഇലക്ട്രോൺസ് എല്ലാം കൂടിയിട്ട് ഒരേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഡയറക്ഷൻ എന്തായിരിക്കും, പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത 3 പോസ്റ്റുലേറ്റ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റുലേറ്റ് അല്ല, എന്നാലും നമുക്കത് മനസ്സിലാക്കിയിരിക്കണം. ദ ഇലക്ട്രോൺ വെലോസിറ്റി ഇൻ എ മെറ്റൽ obeys Maxwell's Boltzmann distribution of velocity. എന്താ മാക്സ്വെൽസ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ആദ്യം നമുക്ക് നോക്കാം എന്താ ഈ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. മാക്സ്വെൽ ബോൾട്സ്മാൻ പറയുന്നത് എന്ന് വെച്ചാൽ മാക്സ്വെൽസ് ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് മാത്രം, ക്ലാസിക്കൽ പാർട്ടിക്കിൾസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു തിയറിയാണ്.
അതുപോലെ തന്നെ ക്വാണ്ടം പാർട്ടിക്കിൾസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഡിസ്റ്റിങ്യൂഷബിൾ പാർട്ടിക്കിൾസിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്റ്റിങ്യൂഷബിൾ പാർട്ടിക്കിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പം നമ്മളൊരു ടേബിളും ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പെൻസിൽ ഇരിക്കുന്നു, നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ടേബിൾ ആണെന്നും മറ്റേത് ബുക്ക് ആണെന്നും പെൻസിൽ ആണെന്നും നമുക്ക് ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിസ്റ്റിങ്യൂഷബിൾ പാർട്ടിക്കിൾ ആയിരിക്കണം, മാക്രോ ആയിരിക്കണം, ക്വാണ്ടം പാർട്ടിക്കിൾസിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ് നമ്മുടെ മാക്സ്വെൽസ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാക്സ്വെൽസ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, ക്ലാസിക്കൽ തിയറീനെയാണ് ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആയാലും അവരുടെ മൂവ്മെന്റ് ആയാലും എല്ലാം എന്താ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ക്ലാസിക്കൽ തിയറീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ക്വാണ്ടം ലെവലിലേക്ക് പോകുന്നില്ല, അതാണ് നമ്മളിവിടെ പറയുന്നത്. The movement of the free electrons obeys the classical kinetic theory of gases. അതാണ് 7ാമത്തെ പോസ്റ്റ്ലേറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്യാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഇലക്ട്രോണിനെ. ഗ്യാസ് മോളിക്യൂളിന്റെ പ്രത്യേകത എന്താ, അത് ഏതൊരു കണ്ടെയ്നറിനകത്താണോ ഗ്യാസിനെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറിൽ ത്രൂ ഔട്ട് എന്താ ചെയ്യാം, മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് അല്ലെ. ഗ്യാസിനകത്ത് മോളിക്യൂൾസുകൾ തമ്മിൽ എങ്ങനെയാ, ഭയങ്കര സ്പേസിങ് ഉണ്ട്. അപ്പം മോളിക്യൂൾസ് എന്തായിട്ടാ ഒരു റാൻഡം ഡയറക്ഷനിൽ ഇങ്ങനെ ആ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ എവിടെയാണോ അതിനെ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലെ. അത് തന്നെയാണ് ഇലക്ട്രോണിനെ നമ്മൾ പറയുന്നത്. അപ്പം ഗ്യാസ് കൈനറ്റിക് ക്ലാസിക്കൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആയിട്ട് നമ്മൾ ഗ്യാസിന്റെ സ്ഥാനത്ത് ആരെ കാണുന്നു, ഇലക്ട്രോൺസിനെ കാണുന്നു. അപ്പൊ ഗ്യാസ് മൂവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ് ഒരു മെറ്റലിനകത്ത് മൂവ് ചെയ്യുന്നത്. അതാണ് 7th പോസ്റ്റ്ലേറ്റ് പറയുന്നത്. ഇനി 8th പോസ്റ്റ്ലേറ്റ്. 8th പോസ്റ്റ്ലേറ്റ് എന്താ പറയുന്നത്, ദ ഇലക്ട്രിക് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദി ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളി. അതൊക്കെ അത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടക്ഷൻ സംഭവിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്ത് കണ്ടക്ഷൻ സംഭവിച്ചു എന്ന് നമ്മൾ എങ്ങനെയാ പറയാ, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടല്ലേ. ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്, അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ. അതാണ് 8th പോസ്റ്റ്ലേറ്റ് പറയുന്നത്. ഇലക്ട്രിക് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദി ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളി. ഫ്രീ ആയിട്ടിരിക്കുന്ന ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. നമ്മുടെ ഇങ്ങനെ ബൗണ്ട് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസിന് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഒരു റാൻഡം ആയിട്ട് മൂവ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ അവിടേക്ക് മൂവ് നമുക്കിനി നെക്സ്റ്റ് വരുന്നത് ഒരു ഡെറിവേഷൻ ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻ മെറ്റൽ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്, പക്ഷെ നമുക്ക് പലവട്ടം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഡെറിവേഷനുമാണ്. ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇതിനകത്ത് നമ്മൾ ഓംസ് ലോയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ വലിയ ഇതായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മെറ്റലിനകത്തുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടക്ടർ ആണ് വിത്ത് ലെങ്ത് എല്ലും ഏരിയ എയും ആണ്. ഇതിനെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ പൊട്ടൻഷ്യലിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ മെറ്റൽസിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അല്ലെ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലെ, പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, ലെറ്റ് us കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. വോളിയം ഓഫ് ദ കണ്ടക്ടർ, വോളിയം ഓഫ് ദ കണ്ടക്ടർ നമുക്കറിയാലോ, വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ, ഏരിയ ഇൻറ്റു ലെങ്ത്. സോ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ എന്ന് നമുക്ക് എഴുതാം. ഇനിയും if there are n number of electrons per unit volume of metal, അപ്പോൾ ഈ ഒരു മെറ്റലിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിനെ നമ്മൾ n ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് മെറ്റലിനെ നമുക്ക് എങ്ങനെ എടുക്കാം, n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, അതിൻ്റെ n വോളിയം എ എൽ. അപ്പൊ എ എൽ എൻ എന്ന് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിനെ കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ 12th സ്റ്റാൻഡേർഡിലൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അല്ലെ. Q ഇസ് ഈക്വൽ ടു എൻ ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചാർജ് Q ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതേ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. If E is the charge of the electron, then total charge Q due to all the electrons in the conductor is given by total number of electrons നമുക്ക് ഇപ്പോൾ ALN എന്ന് കിട്ടി. ഇനി Q is equal to NE എന്ന് പറയുന്ന ഇക്വേഷനകത്തോട്ട് ഇപ്പൊ ടോട്ടൽ നമ്പർ N അല്ല, പകരം നമ്മൾ എന്താ ALN ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ Q is equal to നമുക്ക് എന്ത് കിട്ടും? ALNE. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് കാരിയേഴ്സ് ഇൻ ദിസ് കണ്ടക്ടർ എന്ന് പറയുന്നത് Q is equal to ALNE എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി അങ്ങോട്ടുള്ള ഓക്കെ, ഇനി നമുക്ക് let T be the time taken by the electron to move from one end to another end of the conductor. അപ്പോൾ നമ്മുടെ കണ്ടക്ടറിൻ്റെ ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ T ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്തു. അപ്പോൾ Q ചാർജ് ആണ്, T ടൈമും കൊണ്ട് Q ചാർജ് മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് എന്താണ്? കറണ്ട് അല്ലേ? മൂവ്മെന്റ് ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. സോ കറണ്ട് I is equal to Q by T എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി അടുത്തത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, ക്യൂയുടെ ഒരു വാല്യൂ ഉണ്ടായിരുന്നു, Q is equal to ALNE. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ I is equal to Q by T നെ ഇനി നമുക്ക് ALNE by T എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, 12th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി VD, സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്ത് തന്നെയാണ് അല്ലേ. ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി VDനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? L by T ആയിട്ട് നമുക്കങ്ങ് കൺസിഡർ ചെയ്യാം. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ഇനിയും പുട്ടിങ് 2 in 1. അപ്പം ഈ I is equal to ALNE by T ക്കകത്ത് L by T എന്ന് പറയുന്ന ഈ ഒരു ടേമിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? VD എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് I is equal to എന്ത് കിട്ടും? I is equal to VD ANE. VD എന്ന് പറയുന്നത് എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി കേട്ടോ. VD ഒറ്റ ഇതാട്ടോ, VD ANE. ഇനി നമുക്ക് ഇവിടുന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റി VD എന്താ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാം. VD is equal to I by ANE. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3. അപ്പം നമ്മൾ സ്ലൈഡ് ബാക്കിലോട്ട് ചേഞ്ച് ആക്കുന്നില്ല. അപ്പോൾ ഓരോ സ്ലൈഡിലെ ഇക്വേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർക്കണമെങ്കിൽ അടുത്ത സ്ലൈഡിൽ പറയുമ്പം അത് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അറിയാം കറണ്ട് ഡെൻസിറ്റി. നമുക്ക് ഡെൻസിറ്റി അറിയാമല്ലോ. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും മാസ് ബൈ വോളിയം എന്നുള്ളൊരു ജനറൽ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് I ആണെങ്കിൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുമ്പം കറണ്ട് ബൈ ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ ഈ കറണ്ട് ഡെൻസിറ്റി ഈ വാല്യൂ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ കഴിഞ്ഞ സ്ലൈഡിലെ ഇക്വേഷൻ നമ്പർ 3യിലേക്ക് നമ്മൾ പുട്ട് ചെയ്യുകയാണ്. പുട്ടിങ് 4 in 3. അപ്പോഴത്തേക്ക് നമുക്ക് VD is equal to എന്ത് കിട്ടും? VD is equal to I by അങ്ങനെ ഒരു ഇക്വേഷൻ അല്ലായിരുന്നു നമ്മൾ കിട്ടിയത്. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ I is equal to JA എന്ന് പറയുന്ന ഈ 4th ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പുട്ട് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് എഴുതാം? VD is equal to J by NE. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ VD is equal to J by NE എന്ന് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? 4th ഇക്വേഷൻ നമ്മുടെ കഴിഞ്ഞ 3rd ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രയും ചെയ്തോളൂ. സോ ഇതൊന്നോട്ട് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് J is equal to NE VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇങ്ങനെ നമുക്ക് കിട്ടി അല്ലേ. ഇക്വേഷൻ നമ്പർ 5. ഇതിലെ ടേംസിനെ എല്ലാം ഒന്നുകൂടെ ഒന്ന് പറയുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് N, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ E, VD ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പം ഈ ഒരു മെറ്റാലിക് കണ്ടക്ടറിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ E എന്നങ്ങ് കൺസിഡർ ചെയ്തു. ഇഫ് E is the applied electric field, then the electric force acting on the free electron is given by അല്ലേ. ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഒരു മെറ്റൽ കണ്ടക്ടറിനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യത്തില്ല, അത്ര കറക്റ്റായിട്ട് മൂവ് ചെയ്യത്തില്ല, റാൻഡം ഡയറക്ഷനിലൊക്കെ ആയിരിക്കും മൂവ്മെൻറ്റ് നടക്കുക. പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണക്ട് ചെയ്യുന്ന സമയത്തേക്ക് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ആദ്യം ആ ഫിഗറിൽ കാണിച്ചതുപോലെ എല്ലാം പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. കണ്ടോ? അതെന്താ? ആ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് നമ്മൾ വിളിക്കും അല്ലേ. ഇലക്ട്രിക് ഫോഴ്സ് F is equal to E into E എന്ന് നമ്മളങ്ങ്
കൺസിഡർ ചെയ്യുക. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇലക്ട്രിക് ഫോഴ്സ് F ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, വേർ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോണും ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ആണെന്ന് നമുക്കറിയാം. ഇനിയും നമ്മൾ നോർമലി ഫോഴ്സ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വെച്ചിട്ട് നമ്മൾ നോർമലി ഫോഴ്സ് എന്താ പഠിച്ചിട്ടുള്ളത്? F ഇസ് ഈക്വൽ ടു എം എ എന്നാ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 6ഉം ഇക്വേഷൻ നമ്പർ 7ഉം നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇക്വേറ്റ് ചെയ്യുമ്പം ഇ ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഇ ബൈ എം എന്ന് കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 8 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി ബൈ ടൈം ആണെന്നറിയാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് നോക്കാം. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ എന്താ സിമ്പിൾ ആയിട്ട് വെലോസിറ്റി എന്നല്ല എഴുതുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ച വെലോസിറ്റി ആരാ? ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. അപ്പോൾ ആ വെലോസിറ്റിനെ നമ്മൾ മാറ്റിയിട്ട് വി ഡി എന്ന് കൊടുക്കുന്നു. ആൻഡ് ടൈം ടീനെ നമ്മൾ മാറ്റിയിട്ട് കൊളീഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യാൻ എടുക്കുന്ന ടൈം, കൊളീഷൻ ടൈം ടോ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യുന്നു. വി ബൈ ടി നമ്മൾ വി ഡി ബൈ ടോ സി ആക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എ ടോ സി എന്ന് നമുക്ക് കിട്ടി, ഇക്വേഷൻ നമ്പർ 9. ഇനി ഓൾറെഡി നമ്മുടെ ഇക്വേഷൻ നമ്പർ 8 കഴിഞ്ഞ സ്ലൈഡിൽ പുട്ടിങ് 8, ആ 8 ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ 9ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തോ കിട്ടും? നമുക്ക് അവിടെ ആക്സിലറേഷന്റെ ഇക്വേഷൻ ആയിരുന്നു ഇക്വേഷൻ നമ്പർ 8ൽ കിട്ടിയത്, ഇ ബൈ എം. ആ ആക്സിലറേഷന്റെ വാല്യൂ എടുത്ത് നമ്മളിവിടെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വി ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇ ബൈ എം ടോ സി എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 10. ഇനിയാണ് കുറച്ച് ബാക്കിലോട്ട് നിങ്ങൾ പോയി നോക്കണം. പുട്ടിങ് 10 in 5. ഓക്കെ, നമ്മുടെ 5th ഇക്വേഷനിലേക്ക് നമ്മൾ ഈ 10th ഇക്വേഷൻ പുട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡെൻസിറ്റി, കറണ്ട് ഡെൻസിറ്റി J ഇസ് ഈക്വൽ ടു NE ഇ ബൈ എം ടോ സി എന്ന് നമുക്ക് കിട്ടും. ഇതിനെ ഒന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതുക, കാരണം ഇവിടെ 2 ഇ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് J ഇസ് ഈക്വൽ ടു NE സ്ക്വയർ ഇ ബൈ എം ടോ സി എന്ന് നമുക്ക് കിട്ടും, ഇക്വേഷൻ നമ്പർ 11. ഇതെല്ലാം സിമ്പിൾ ഇക്വേഷൻ, ഒന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ ആവാൻ ഒന്നുമില്ല. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ഓൾറെഡി പഠിച്ച ഇക്വേഷൻസ് എടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫൈനൽ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനിലേക്ക് എത്താൻ പോവുക കേട്ടോ. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഓംസ് ലോ. നമുക്കറിയാം കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ് ഓൺ ദി കണ്ടക്ടർ ആണെന്ന് നമുക്കറിയാം അല്ലേ? വി ഇസ് ഈക്വൽ ടു ഐ ആർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 12th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിവിടുത്തെ വി ഐ ആർ ഒക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ്, വോൾട്ടേജിന് പകരം ഇലക്ട്രിക് ഫീൽഡ്, കറണ്ടിന് പകരം കറണ്ട് ഡെൻസിറ്റി, ആറിന് പകരം നമ്മളിവിടെ കണ്ടക്ടിവിറ്റി, അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഇക്വേഷനെ നമ്മൾ എന്താ ചെയ്യുക? ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ നമ്പർ 11ഉം ഇക്വേഷൻ നമ്പർ 12ഉം ഇപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമ്പർ 12നെയും കൂടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? അവിടെ ഒരു ജെ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ജെ ഉണ്ടായിരുന്നു. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പം സിഗ്മ ഇ ഈസ് ഈക്വൽ ടു NE സ്ക്വയർ ഇ ബൈ എം ടോ സി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താ കിട്ടേണ്ടത്? കണ്ടക്ടിവിറ്റി ആണ് കിട്ടേണ്ടത് അല്ലേ? നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടി, സിഗ്മയാണ് കണ്ടക്ടിവിറ്റി കിട്ടി. അപ്പം നമുക്ക് കട്ട് ചെയ്യാം. NE സ്ക്വയർ ഇയും ഇയും കട്ടായി പോയി, ടോ സി ബൈ എം എന്ന് കിട്ടും. സോ ഇവിടെ സിഗ്മനെ നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കും. ഇത് നമുക്ക് ആവശ്യമില്ല, എങ്കിലും ഞാൻ ഒരു ജനറൽ ആയിട്ട് അങ്ങ് പറയുന്നേ ഉള്ളൂ. 1 സിഗ്മ കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റിനെയാണ്, കണ്ടക്ടൻസിന്റെ ഓപ്പോസിറ്റിനെ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ കണ്ടക്ടിവിറ്റിയുടെ ഓപ്പോസിറ്റിനെയാണ് നമ്മൾ, റെസിപ്രോക്കലിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി വിളിക്കുക. അപ്പൊ സിഗ്മ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ 1 സിഗ്മേനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയാം. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പർപ്പസിന്, നിങ്ങൾക്ക് അങ്ങനെ ന്യൂമറിക്കൽസ് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ടൊന്ന് മനസ്സിലാക്കാൻ, കണ്ടക്ടിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് നമുക്ക്
അപ്പം നമുക്ക് കണ്ടക്ടിവിറ്റി മതി. എന്നാലും ഞാനിവിടെ ജസ്റ്റ് അങ്ങ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ എടുക്കുന്നു, അതാണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ആ വാല്യൂവിൻ്റെ അതേ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ m/n² ടോ സി കിട്ടും. കണ്ടക്ടിവിറ്റി n² ടോ സി ബൈ m ആണല്ലോ, അപ്പോൾ അതിൻ്റെ നേരെ റെസിപ്രോക്കൽ. അപ്പോൾ m/n² ടോ സി എന്ന് നമുക്ക് കിട്ടും. ഇനിയും നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. നമുക്ക് മൊബിലിറ്റിയുടെ ടേംസിൽ കണ്ടക്ടിവിറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. ഇതൊക്കെ പ്രോബ്ലത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തന്നേക്കുന്നത് കേട്ടോ. കണ്ടക്ടിവിറ്റിനെ നമ്മൾ മൊബിലിറ്റിയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്താ മൊബിലിറ്റി എന്ന് അറിയണ്ടേ? മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു സാധനത്തിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു സാധനം മൂവ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്നത് വെലോസിറ്റിയും മൂവ് ചെയ്യാനുള്ള കാരണം ആരായിരുന്നു? ഇലക്ട്രിക് ഫീൽഡും ആയിരുന്നു അല്ലെ, വോൾട്ടേജും ആയിരുന്നു. അപ്പോൾ നമുക്ക് മൊബിലിറ്റി mu is equal to ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് കൊടുക്കാം. സോ mu is equal to vd by e എന്ന് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിന്റെ ആദ്യം വി ഡിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വി ഡിയുടെ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുന്നു. ഇ ബൈ എം. ഇത് ഓൾറെഡി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ സ്ലൈഡുകളിൽ ചെയ്ത കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ലൈഡ് നോക്കിയാൽ മതി. വി ഡിയുടെ വാല്യൂ ഇ ബൈ എം ടോ സി ബൈ ഇ ചെയ്യുന്നു. നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇവിടുത്തെ ഇയുടെ വാല്യൂ കൂടെ ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ ഇ ബൈ എം ടോ സി എന്ന് കിട്ടും. വി നോ ദാറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു n² m ബൈ ടോ സി. ഇതേ കണ്ടോ, ഇത് തിരിച്ചിടുന്നത് n² ബൈ എം ടോ സി ആണെന്ന് നമുക്കറിയാം. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഓൾറെഡി ഇ ബൈ എം ടോ സി ഇത്രയും വാല്യൂസ് മ്യൂ ആണെന്ന് അറിയാം. അപ്പം നമ്മൾ ഈ സിഗ്മയുടെ ഈ വാല്യൂവിനകത്ത് E²-നകത്ത് ഇയും ഇവിടെ താഴെ കിടക്കുന്ന എമ്മും ഈ ടോ സിയും ഇത്രേന് പകരം നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ സിഗ്മ ഈസ് ഈക്വൽ ടു മ്യൂ എൻ ഇ. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം, നമുക്ക് ഏത് കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. നമുക്ക് ഓൾറെഡി ഇപ്പം എന്താ n² ടോ സി ബൈ എം വെച്ചിട്ടുള്ളതാണോ അതോ മൊബിലിറ്റി വെച്ചിട്ടുള്ളതാണോ എന്ന് രണ്ട് ഇക്വേഷൻസ് നമ്മളിവിടെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ എല്ലാം. ഓക്കെ, ഡിഫിക്കൽട്ട് ഒന്നും അല്ല, പക്ഷേ ഇത് പലതവണ എക്സാമിന് നമുക്ക് കഴിഞ്ഞ എക്സാമിനും കൂടി ചോദിച്ചൊരു ഡെറിവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഡെപ്ത് ആയിട്ട് പഠിക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ഇപ്പം ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ്, ഓരോ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസിന്റെ അറേഞ്ച്മെന്റ് എന്താണ് എന്നൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മെറ്റൽ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോളിഡ് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് എനർജി ബാൻഡുകളുണ്ട് അല്ലേ. ഈ എനർജി ബാൻഡുകളിൽ നമുക്ക് ഒരുപാട് എനർജി ലെവലുകൾ കാണാൻ പറ്റും അല്ലേ. എനർജി ലെവൽസ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരുപാട് എനർജി ലെവൽസുകളുണ്ട് അല്ലേ. ഈ എനർജി ലെവലിൽ ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഗ്രൗണ്ട് ലെവല്, എക്സൈറ്റഡ് ലെവൽസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനൊക്കെ ഓരോരോ ലോ ഉണ്ട് അല്ലേ. ഈ ലോ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോൺസിന്റെ ആ ഒരു ഒക്കുപ്പൻസി പറയാ? നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലേ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഏത് ലെവലിൽ എത്ര ഇലക്ട്രോൺസ് ഇരിക്കണം, ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ സ്പിൻ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് അല്ലേ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? ഇപ്പം ലോ ആയിട്ടുള്ള ഒരു എനർജി ലെവൽ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എത്രയാ? 2 ഇലക്ട്രോൺസ് ആണ് അല്ലേ ഇരിക്കാൻ പറ്റുന്നത്. ഇനി ഈ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം അവിടെ ഇരിക്കാൻ പറ്റുന്നത്. ഈ ഇലക്ട്രോൺസിന്റെ സ്പിൻ എങ്ങനെയായിരിക്കണം? രണ്ടും ഒരേ സ്പിന്നുള്ള ഇലക്ട്രോൺസിന് വന്ന് ഇരിക്കാൻ പറ്റത്തില്ല. ഒരാള് സ്പിൻ അപ്പ് ആണെങ്കിൽ മറ്റേ ആള് സ്പിൻ ഡൗൺ ആയിരിക്കണം. ഒരിക്കലും നമുക്ക് ഒരു എനർജി ലെവലിൽ 2 ഇലക്ട്രോൺസിന് വിത്ത് സെയിം സ്പിൻ അല്ലെ, രണ്ടും സ്പിൻ അപ്പ് ആയിട്ടുള്ള ഇലക്ട്രോണോ അല്ലെങ്കിൽ 2 സ്പിൻ ഡൗൺ ആയിട്ടുള്ള ഇലക്ട്രോണിനോ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ലോസ് ഒക്കെ നമ്മളെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷനാണ്.
Fermi-Dirac distribution എന്ന് പറയുന്നത് it is a probability function which explains about the occupancy of an electron in an energy level. ഒരു particular energy levelൽ ഒരു ഇലക്ട്രോണിന് occupy ചെയ്യാൻ പറ്റുന്ന probability, ഇപ്പൊ 100% probability അല്ലെങ്കിൽ 0% probability അല്ലെങ്കിൽ 50% of probability അങ്ങനെയൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നത്. ഓരോ ലെവലിൽ ആരൊക്കെ എത്ര പേര് എങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ് നോക്കുന്നത്. പക്ഷെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആയിട്ടാണ്. ഒരു എനർജി ലെവലിൽ എത്ര ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റും, അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ള അത് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് എ ടെമ്പറേച്ചർ ടി എഫ് ഓഫ് ഇന്റെ ഒരു എന്താ ബേസിക് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ എന്താ? 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് ഇ എഫ് ബൈ കെ ടി. ഇനി ഇവിടെ ഓരോന്നും എന്താന്ന് നോക്കാം. എഫ് ഓഫ് ഇ എന്താ നമ്മൾ പറഞ്ഞു? ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി അല്ലെ, ഓരോ എനർജി ലെവലിലും എത്ര ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ഇ. അത് നമുക്കറിയാം. ഇനി എന്താ ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാല്? ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ലെവലുകളാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ ഏത് എനർജി ലെവലിലാണ്? ഫസ്റ്റ് എനർജി ലെവലിലാണോ നമ്മുടെ പ്രോബബിലിറ്റി ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അതോ സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ? ഏത് എനർജി ലെവലിലാണോ നമുക്ക് പ്രോബബിലിറ്റി ഐഡന്റിഫൈ ചെയ്യേണ്ടത്, ആ എനർജി ലെവലിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇ എന്ന് പറയാം. ഇനി ഇ എഫ് എന്ന് പറയുന്നത് എന്താ? ഇ എഫ് എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവലാണ്. ഈ ഫെർമി എനർജി ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് പറയാം. അടുത്തത് കെ ടി. കെ എന്ന് പറയുന്നത് എന്താ? കെ ഈസ് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഇത് ഷുവർലി എന്തായിരിക്കണം? കെൽവിനിൽ റെപ്രസെന്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഫെർമി എനർജി ലെവലിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫെർമി എനർജി ലെവലുകളെ പറ്റിയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി വെച്ചിട്ട് നമുക്ക് കണ്ടക്ടേഴ്സിനെ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇൻസുലേറ്റേഴ്സിന്റെ സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളിപ്പം കണ്ടക്ടറിന്റെ ഫെർമി എനർജി ലെവലിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കേസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഇത്തിരി ഡിഫിക്കൽട്ട് അല്ല, ശ്രദ്ധിച്ചിരുന്നാൽ മതി. കേസ് 1 നോക്കാം. ഫസ്റ്റ് കേസ് എന്താ പറയാ? at temperature T is equal to 0 Kelvin, E less than EF എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഞാൻ പറയട്ടെ, ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്താന്ന് പറയട്ടെ. ഫെർമി എനർജി ലെവലിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓരോ കേസിലും ഓരോന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു ലെവലാണ്. റെഫറൻസ് ലെവൽ എന്ന് മീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനിവിടെ ഒരു ഫിഗറിൽ നിങ്ങൾ കണ്ടില്ലേ, ഞാനിവിടെ ഇമാക്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഫെർമി എനർജി ലെവൽ. അപ്പൊ ഇതാണ് നമ്മുടെ റെഫറൻസ് ലെവൽ. ഈ ലെവലിന് മുകളിലേക്ക് എങ്ങനെയാണ്, ഈ ലെവലിന് താഴേക്ക് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഫെർമി എനർജി ലെവൽ ഇസ് എ റെഫറൻസ് ലെവൽ ആണ്. ഇനി നമുക്ക് ഇതിന്റെ കേസസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫെർമി എനർജി ലെവലിന് ഒരു കറക്റ്റ് ഡെഫിനിഷൻ ഞാൻ പറയാം. ഓക്കെ, സോ കേസ് 1 എന്താ പറഞ്ഞത്? കേസ് 1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 0 കെൽവിൻ ആണ്. ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇ എഫ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താഴേക്കുള്ള കേസാണ് നോക്കുന്നത്. ഇ എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദണ്ട് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മാക്സ് ആണ് നമ്മുടെ ഇ എഫ് എന്ന് പറയുന്നത്. ഇ എഫിന് താഴേക്കുള്ള എനർജി ലെവൽ അല്ലേ? ഈ ലെസ് ദാൻ ഇ എഫ്, ഇ എഫിനെക്കാട്ടിലും ചെറിയ എനർജി ലെവൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇ ലെസ് ദാൻ ഇ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ മൈനസ് ഇ എഫ് എന്താവും? ഈ ഒരു ചെറിയ വാല്യൂവും ഇ എഫ് ഒരു വലിയ വാല്യൂ അല്ലേ? അപ്പം ചെറുത് മൈനസ് വലുത് അല്ലേ? സ്മോൾ മൈനസ് ബിഗർ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? -1 അല്ലേ കിട്ടുക? അത് തന്നെ, ഇ മൈനസ് ഇ എഫ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഇ മൈനസ് ഇ എഫിന്റെ വാല്യൂവിനെ നമുക്ക് നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനിലേക്ക് കൊടുക്കാലോ. നിങ്ങൾ ആ ഇക്വേഷൻ ഒന്ന് നോക്കണം കേട്ടോ. എന്താ ഇക്വേഷൻ പറയുന്നത്? 1/1 പ്ലസ് ഇ റേസ് ടു എന്താ
ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആ ഇക്വേഷൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സ്ലൈഡ് ബാക്കിലോട്ട് എടുത്തിട്ട് ആ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഇ മൈനസ് സി എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇ മൈനസ് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ നെഗറ്റീവ് വാല്യൂ ആണ് ബൈ കെ ടി. ഇനി എന്താ, നമ്മൾ ആദ്യം തന്നെ കേസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ കെ ടിയുടെ അവിടെ എന്ത് കൊടുക്കാം, കെ ഇൻറ്റു ടി 0, കെ ഇൻറ്റു 0. കെ ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ, 0. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഒരു നെഗറ്റീവ് വാല്യൂ ബൈ 0 ഈസ് ഈക്വൽ ടു എന്തെഴുതാം, 1/1 പ്ലസ് ഇ റേസ് ടു ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ, ഒരു നെഗറ്റീവ് വാല്യൂ ബൈ 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇ റേസ് ടു സംതിങ് നെഗറ്റീവ് ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നാ പറയുന്നത് അല്ലേ, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി. സോ ഇ റേസ് ടു ഇനി നമ്മൾ ഈ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്തി എങ്ങനെയാണെന്ന് നിങ്ങൾ ഈ സൈഡിൽ ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു മൈനസ് എക്സിനെ നമുക്ക് 1 ഇ റേസ് ടു എക്സ് എന്ന് എഴുതാമല്ലോ. അതേപോലെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിനെ നമുക്ക് 1 ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ഇനിയും ഇ റേസ് ടു ഇൻഫിനിറ്റി എന്താ, ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. സോ 1 ഇൻഫിനിറ്റി ആക്കാം. 1 ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ആണ്. സോ ആ ഒരു വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്, 0 എന്ന് കിട്ടി. അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 1/1 പ്ലസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ എന്താ മനസ്സിലായോ നിങ്ങൾക്ക്, എന്താ നമ്മളിവിടെ പറഞ്ഞത്, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഫോർ ആൻ എനർജി ലെവൽ വിച്ച് ഈസ് ലെസ്സർ ദാൻ ഫെർമി ലെവൽ. ഫെർമി ലെവലിന്റെ താഴെ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന എനർജി ഇതാണ്, സെന്ററിലുള്ളതാണ് നമ്മുടെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഫെർമി എനർജി ലെവലിന് മുകളിലേക്കും എനർജി ലെവൽസ് ഉണ്ട്, ഫെർമി എനർജി ലെവലിന്റെ താഴേക്കും എനർജി ലെവൽസ് ഉണ്ട്. അപ്പൊ ഫെർമി എനർജി ലെവൽസിന്റെ താഴേക്കുള്ള എനർജി ലെവൽസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത് അല്ലെ. ഇ എന്ന് പറയുന്നത് ഇ എഫിനെക്കാട്ടിലും ചെറുതാണ് എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള എനർജി ലെവൽസ് ആണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്താ കിട്ടിയേ, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാം പ്രോബബിലിറ്റിക്ക് 2 വാല്യൂസേ ഉള്ളൂ, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെ. കാണാം, കാണാതെ ഇരിക്കാം. കാണാം എന്നുള്ളതിനെ നമ്മൾ 1 എന്നും, അല്ലെങ്കിൽ ഷുവർ ആയിട്ടുള്ള പ്രോബബിലിറ്റിനെ നമ്മൾ 1 എന്നും, ഷുവർ അല്ലാത്ത പ്രോബബിലിറ്റി അല്ലെങ്കിൽ അല്ല എന്നുള്ളതിനെ നമ്മൾ 0 ആ പറയുന്നത്. അപ്പൊ ഇവിടെ 1 കിട്ടിയതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെർമി എനർജി ലെവലിന് താഴേക്കുള്ള എനർജി ലെവൽസ് എല്ലാം എന്താ, ഒക്കുപ്പൈഡ് ആണ് അല്ലെ. 100% ഒക്കുപ്പൻസി എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള എനർജി ലെവൽസ് എല്ലാം എന്താണ്, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള എനർജി ലെവൽ ആണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ പറയാം എന്താ ഫെർമി എനർജി ലെവൽ. ഇൻ ദിസ് കേസ് ഫെർമി എനർജി ലെവൽ ഈസ് ദി ഹയസ്റ്റ് എനർജി ലെവൽ അല്ലെ. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവൽ ആണ് ഫെർമി എനർജി ലെവൽ. ഇതിന് മുകളിലേക്ക് എന്തില്ല, ഇലക്ട്രോൺസ് ഇല്ല, ഇതിന് താഴേക്കാണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ ഇലക്ട്രോണിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവൽ ആണ് നമ്മുടെ ഫെർമി എനർജി ലെവൽ. ഇതിനപ്പുറത്തേക്ക് ഇലക്ട്രോൺസിന് പോകാൻ പറ്റത്തില്ല, ഇതിന് താഴേക്കാണ് ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ കേസ് 1 ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്കിതിനെ എന്താ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് കറസ്പോണ്ട്സ് ടു 100% പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെർമി എനർജി ലെവൽ അല്ലെങ്കിൽ ഈ മാക്സ് അല്ലെങ്കിൽ ഈ എഫിന് താഴേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള എനർജി ലെവൽസും, ഈ എഫിന് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഫിൽഡ് അല്ലാത്ത എനർജി ലെവൽസും ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതാണ് കേസ് 1 എന്ന് പറയുന്നത്. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 കിട്ടുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് കേസ് 2 നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2ഉം അറ്റ് ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 0 പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇ എഫിന്റെ എബോവ് ഉള്ള എനർജി ലെവൽസ് ഇനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇ മൈനസ് ഇ എഫ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ഇ എന്ന് പറയുന്ന ഒരു വലിയ വാല്യൂ, ഇ എഫ് എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ. അപ്പൊ ഇപ്പൊ 2 - 1 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടത്തില്ല. അതേപോലെ ഇ മൈനസ് ഇ എഫ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ കിട്ടുക, ഒരു പോസിറ്റീവ് വാല്യൂ എന്തായാലും കിട്ടത്തുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. സോ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് ഇത് കൊടുക്കുമ്പോൾ 1/1 പ്ലസ്
ഇ റൈസ് ടു ഇ മൈനസ് സി എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ് വാല്യൂ ബൈ ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇവിടെ ഡിനോമിനേറ്റർ 0 വരും. ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്കിവിടെ കിട്ടും അല്ലേ. കാരണം ഇവിടെ 0 വന്നതുകൊണ്ട് 1 പ്ലസ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് ഇ റൈസ് ടു ഇൻഫിനിറ്റി നമുക്ക് കൊടുക്കാം. 1 ബൈ 1 പ്ലസ് ഇൻഫിനിറ്റി എന്താ, എഗെയിൻ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ 1 ബൈ 1 പ്ലസ് ഇ റൈസ് ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇനി 1 പ്ലസ് ഇൻഫിനിറ്റി എഗെയിൻ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ളത് നമുക്കറിയാം. സോ ഇതിന്റെ ഫൈനൽ വാല്യൂ 1 ബൈ ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, 0 ആയിരിക്കും. സോ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പം, ഫെർമി എനർജി ലെവലിന് അബവ് ആയിട്ടുള്ള എനർജി ലെവൽസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒക്കുപ്പൻസി എന്ന് പറയുന്നത് 0 ആണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഓക്കെ. ഇനി നമുക്ക് കേസ് 3 നോക്കാം. കേസ് 3 നമ്മൾ ഈ ലെസ് ദാൻ ഇ എഫ് പറഞ്ഞു, ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് പറഞ്ഞു. ഇനി അടുത്ത് ഈ ഈസ് ഈക്വൽ ടു ഇ എഫ് എന്നുള്ളൊരു കണ്ടീഷൻ. എനർജി ലെവലും ഫെർമി എനർജി ലെവലും രണ്ടും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ്. ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇ മൈനസ് സി എഫ് എന്താ, രണ്ടും ഈക്വൽ അല്ലേ. അപ്പൊ ഇ മൈനസ് സി എഫ് ഇസ് ഈക്വൽ ടു 0 വരും. എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു 0 ബൈ കെ ടി അല്ലേ. ഇവിടെ ടെമ്പറേച്ചർ ടി ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഡിനോമിനേറ്ററിൽ കെ ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ ഇവിടെ നമുക്ക് എന്തെഴുതാം, ഓക്കെ 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താ 1, പിന്നെ 1 ബൈ 0 എന്ന് പറയുന്നത് എന്താ, 1 ബൈ 0 എന്ന് പറയുന്നത് എന്താ, നോൺ ഡെഫിനിറ്റ് അല്ല അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് പറയാം, ഇൻഡിറ്റർമിനേറ്റ് ആണ്. നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് കേസ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു നിർത്തുക, ഹയസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഫെർമി എനർജി ലെവൽ ആണ് ഹയസ്റ്റ് എനർജി ലെവൽ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അല്ലേ. കാരണം ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനേ പറ്റുന്നില്ല. സോ ദ ഹയസ്റ്റ് എനർജി ലെവൽ ഈസ് ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം ഡിറൈവ് ചെയ്ത ഈ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓരോരോ കേസ് നമ്മൾ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വൈ ആക്സിസിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയും എക്സ് ആക്സിസിൽ നമ്മൾ എനർജി ലെവൽസിനെയും കൊടുത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഒരു പോർഷൻ ഓഫ് ദ ഗ്രാഫ് ഉണ്ടല്ലോ, നമ്മുടെ 0 ടു ഇ എഫ്. 0 ടു ഇ എഫ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ലോവർ എനർജി ലെവൽസാണ് പറയുന്നത്. ഈ ലെസ് ദാൻ ഇ എഫ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ എഴുതിയില്ലേ, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ ഇ ലെസ് ദാൻ ഇ എഫ്. ആ കണ്ടീഷനാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് എന്താ നമുക്ക് കിട്ടിയത്, 1 എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പൊ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇ എഫിന് താഴോട്ടുള്ള എനർജി ലെവലുകളെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്നുള്ള ഒരു കേസാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ. അപ്പൊ ഈ 0 തൊട്ട് ഇ എഫ് വരെ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കും, 1 എന്നാണ് നമ്മുടെ വാല്യൂ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഇ എഫ് കഴിഞ്ഞിട്ടുള്ള എനർജി ലെവൽസ്, ഈ ഗ്രേറ്റർ ദാൻ ഇ എഫ് എന്ന് പറയുന്ന എനർജി ലെവൽസിലേക്ക് എത്തുമ്പോഴത്തേക്കും അറ്റ് ടെമ്പറേച്ചർ ടി ഈസ് ഈക്വൽ ടു 0 നമ്മുടെ ഇലക്ട്രോൺസ് എന്താ മുകളിലോട്ടില്ല. അതുകൊണ്ട് ഇവിടുത്തെ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് 0 ആണ്. കണ്ടോ, പെട്ടെന്ന് ഡ്രോപ്പ് ആയിട്ട് ഇത് കണ്ടോ 0യിലേക്ക് എത്തിപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇനിയും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന കേസ് ഉണ്ട്. അന്നേരം നമ്മൾ വേറൊരു ഗ്രാഫും കൂടി പഠിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഒരേപോലെ ഒരുമിച്ച് സിംഗിൾ ഗ്രാഫിൽ വരച്ച് പഠിക്കാം. ഞാനപ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് 2 ഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫ്. ഇനി അടുത്ത സ്ലൈഡിൽ നമ്മൾ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ, 0 അല്ലാത്ത അതിലും വലിയൊരു ടെമ്പറേച്ചറിലുള്ള കേസ് നമ്മൾ നോക്കും. അന്നേരം നമ്മൾ ഒരു ഗ്രാഫും കൂടി പഠിക്കും. ഓക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഇത്രയും നേരം നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 കെൽവിൻ ആയിരുന്നു.
പക്ഷെ ഇനി നമ്മൾ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തു കണ്ടോ, ടി ഈസ് ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ. ടെമ്പറേച്ചറിനെ പതുക്കെ കൂട്ടി. ടെമ്പറേച്ചറിനെ പതുക്കെ കൂട്ടുമ്പോൾ എന്താ നമ്മുടെ ലാസ്റ്റിസിന് സംഭവിക്കുന്നത്? നമ്മുടെ മെറ്റലിനകത്തുള്ള ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കുന്നു? ഒരു എനർജി കിട്ടുന്നു. ഹീറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, ടെമ്പറേച്ചർ കൂട്ടുമല്ലോ, അപ്പോൾ ഒരു തെർമൽ എനർജി കിട്ടുന്നു. ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇപ്പം എല്ലാവരും ഗ്രൗണ്ട് എനർജി ലെവലിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹയസ്റ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവലാണ്. അതിന് മുകളിലേക്ക് നമുക്ക് ഇലക്ട്രോൺസ് ഒന്നുമില്ല, എല്ലാവരും ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇലക്ട്രോൺസിന് ഒരു തെർമൽ എനർജി കിട്ടുകയും അവർ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? ജമ്പ് ചെയ്തിട്ട് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയസ്റ്റ് എനർജി ലെവലുകളിലേക്ക് ജമ്പ് ചെയ്യാൻ തുടങ്ങുന്നു. കണ്ടോ? ഇപ്പം ഇനി നമ്മുടെ കഴിഞ്ഞ ഡെഫിനിഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫെർമി എനർജി ലെവൽ ഈസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ എന്നാണ് പറഞ്ഞത്. എപ്പം? വെൻ ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ. പക്ഷെ ഇവിടെ ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇലക്ട്രോൺസ് ഇവിടുന്ന് എനർജി അബ്സോർബ് ചെയ്ത് ജമ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ഫെർമി എനർജി ലെവലിന്റെ അപ്പർ എനർജി ലെവലുകളിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇലക്ട്രോൺസ് പോകാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ആ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം. കേസ് 4 വെൻ ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ. ഇവിടെ നമ്മൾ എന്താ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ലാസ്റ്റ് കേസ് ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് എന്നുള്ള കേസ്. കാരണം നേരത്തെ നമ്മൾ ടി ഈസ് ഈക്വൽ ടു 0 കെൽവിനിൽ ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് എടുത്തപ്പോൾ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ല, കാരണം ടി ഈസ് ഈക്വൽ ടു 0 കെൽവിൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ എടുത്ത സമയത്ത് ഒന്നും കൂടി ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഇ മൈനസ് ഇ എഫ് എന്താ വരിക? 0 തന്നെ ആയിരിക്കും. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കത് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കാം. എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു 0 ബൈ കെ ടി. ഇവിടെ ടി ഗ്രേറ്റർ ദാൻ 0 ആണ്, അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചറിനെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി, നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 0-നേക്കാളും വലിയൊരു വാല്യൂ എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് 1 കെൽവിൻ ഇട്ട് കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും? കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കെ ഇൻറ്റു 1 എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1 എന്ന് നമ്മുടെ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങ് 1 ആയിട്ട് എടുക്കാം. കെ ഒരു കോൺസ്റ്റന്റ് ആണ്, 1 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായാലും ഒരു കോൺസ്റ്റന്റേ കിട്ടത്തുള്ളൂ. സപ്പോസ് നമ്മൾ ആ കോൺസ്റ്റന്റ് എന്തായാലും 0ൽ ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് നമുക്ക് അതിനെ എല്ലാത്തിനെയും കൂടി 1 എന്ന് അങ്ങ് കൺസിഡർ ചെയ്യാം. സോ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു 0/1 എന്ന് നമുക്ക് കിട്ടി. 1 ഇപ്പൊ ഇത് മൊത്തത്തിൽ എന്തായി? ഇതിന്റെ വാല്യൂ 1 ആയി അല്ലേ? 1 ഇ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1/1 പ്ലസ് 1 ദാറ്റ് ഈസ് 1/2. 1/2 എന്ന് പറയുന്നത് എന്താ? 0.5 ആണ്. സോ ഇപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0.5 ദാറ്റ് ഈസ് 1/2 അല്ലേ? എന്ന് വെച്ചാൽ 50% ഓഫ് പ്രോബിലിറ്റി ഓഫ് ഇലക്ട്രോൺ അറ്റ് ഫെർമി എനർജി ലെവൽ. ഇപ്പൊ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഹയസ്റ്റ് എനർജി ലെവൽ ആണോ? അല്ല. ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഇടയ്ക്കുള്ള ഒരു എനർജി ലെവലാണ്. ഇതിന്റെ മുകളിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് പ്രോബബിലിറ്റി എല്ലാം എവിടെയാ? ഫെർമി എനർജി ലെവലിന് താഴെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പർ എനർജി ലെവലിലോട്ടും ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ജമ്പ് ചെയ്യാൻ തുടങ്ങി. ഹിയർ ഫെർമി എനർജി ലെവൽ ഈസ് നോട്ട് ദി അപ്പർ എനർജി ലെവൽ. കണ്ടോ? അപ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇതാണ് ഞാൻ നമ്മുടെ ഡെറിവേഷന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞത്. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഫെർമി എനർജി ലെവലിന്റെ ഡെഫിനിഷനും നമുക്കിവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ടി ഈസ് ഈക്വൽ ടു 0ൽ ഫെർമി എനർജി ലെവൽ ഈസ് ദ അപ്പർ എനർജി ലെവൽ ആയിരുന്നു. പക്ഷെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ ഫെർമി എനർജി ലെവലും കഴിഞ്ഞ് ഇലക്ട്രോൺസ് പോകും. അപ്പോൾ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് എന്താ? ഒരു ഇന്റർമീഡിയറ്റ് എനർജി ലെവലാണ് അല്ലേ? നമുക്ക് മുകളിലോട്ടും ഇലക്ട്രോൺസിനെ കാണാൻ പറ്റും. പ്രോബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് മുകളിലോട്ടും ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫ് നോക്കാം. അപ്പൊ നേരത്തെ നമ്മൾ 0 കെൽവിനിലെ ഒരു ഗ്രാഫ് നോക്കിയായിരുന്നല്ലോ. ഇനി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രാഫ് എങ്ങനെയാ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇതെന്താ? നമ്മൾ ടെമ്പറേച്ചർ 0 കെൽവിനിൽ കൂടുന്ന കേസിലെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? കണ്ടോ? ഡിക്രീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ആദ്യം നമുക്ക് എന്തായിരുന്നു? ഒരു സ്റ്റെപ്പ് ലൈക്ക് ഫംഗ്ഷൻ ആയിരുന്നു അല്ലെ? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സമയത്ത് നമുക്കിതൊരു എന്താ ഒരു സ്റ്റെപ്പ് ലൈക്ക് ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു സ്റ്റെപ്പ് ലൈക്ക് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. കമ്പാരിസൺ ഗ്രാഫ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കണേ. അതേ കണ്ടോ? സ്റ്റെപ്പ് ലൈക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വെൻ ടെമ്പറേച്ചർ കൂടാൻ ശ്രമിക്കുമ്പോഴത്തേന് എന്താവും? ദേ കണ്ടോ? കുറയും. കുറഞ്ഞ് ദേ കണ്ടോ? 0.5 എന്നുള്ള ഒരു പോയിന്റിലേക്ക് വരും.
0.5 എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് 50% പ്രോബിലിറ്റി കാണാൻ പറ്റുന്നത്. അത് കഴിയുമ്പോൾ ദേ കണ്ടോ പ്രോബിലിറ്റി കുറയുവാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഈ എനർജി ലെവൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 0. അപ്പം ടെമ്പറേച്ചർ 0 ആയിരിക്കുന്ന സമയത്ത് ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് എനർജി ലെവൽ. പക്ഷേ ടെമ്പറേച്ചർ വെൻ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഫെർമി എനർജി ലെവൽ ഇസ് നോട്ട് ദി ഹയസ്റ്റ് എനർജി ലെവൽ. ഫെർമി എനർജി ലെവൽ ഇസ് ദി ആവറേജ് എനർജി, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ആവറേജ് എനർജി ലെവൽ ഓഫ് എ കണ്ടക്ഷൻ പ്രോസസ്. ഒരു കണ്ടക്ഷൻ പ്രോസസ്സിന്റെ ആവറേജ് ആയിട്ടുള്ള ഒരു എനർജി ലെവൽ അല്ലെ. ഇലക്ട്രോൺസ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിലേക്ക് പോകുന്നുണ്ട്, കണ്ടോ? ഓക്കെ, അപ്പൊ ഇതായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ. ഓക്കെ, അപ്പം നമുക്കിനിയും നമ്മുടെ ലെക്ചറിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഈ ഒരു ലെക്ചറിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ് ഓൺ ദ ബേസ്ഡ് ഓഫ് എനർജി ബാൻഡ് തിയറി. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടർ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാമല്ലോ. അത് തന്നെ നമ്മൾ ബാൻഡ് തിയറി വെച്ചിട്ട് പറയുന്നു. ബാൻഡ് തിയറി എന്ന് പറയുമ്പോൾ വലിയ കാര്യമൊന്നുമില്ല. നമ്മളിവിടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡിൻ്റെയും ബേസിസിലൊന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. വാലൻസ് ബാൻഡിലായിരിക്കും ഇലക്ട്രോൺസ് ഒക്കെ ഇരിക്കുന്നത്. ഏതെങ്കിലും സ്യൂട്ടബിൾ കണ്ടീഷനിൽ അതെന്ത് ചെയ്യുന്നു? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ 3 സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇൻസുലേറ്റർ എടുത്തു, സെമി കണ്ടക്ടർ എടുത്തു, കണ്ടക്ടർ എടുത്തു. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാൻ കാരണം? അവര് കണ്ടക്ടിങ് പ്രോപ്പർട്ടി വളരെ കുറവുള്ള അല്ലെങ്കിൽ ഒട്ടുമേ ഇല്ലാത്ത ആൾക്കാരാണെന്ന് നമുക്ക് പറയാം ഇൻസുലേറ്റേഴ്സ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇവരുടെ കണ്ടക്ടിവിറ്റി ഇത്രയും കുറവ്, അല്ലെങ്കിൽ ഇവർക്ക് ഒട്ടും കണ്ടക്ടിവിറ്റി ഇല്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം? അത് നമുക്ക് ഇവരുടെ ബാൻഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ദേ കണ്ടോ, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ബാൻഡ് ഗ്യാപ്പ് കണ്ടോ, EG ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്യാപ്പിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ജമ്പിങ് നടക്കത്തുള്ളൂ. പക്ഷെ അത്രയും എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസുലേറ്റേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താ? ഇവർക്ക് ഡീഫോം ആയി പോകും, അല്ലെ? ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പോലുള്ള കേസിൽ നമുക്ക് എന്താ എടുക്കാം? നമുക്ക് ഇവർക്ക് ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി കൊടുത്തിട്ട് ഈ എനർജീനെക്കാട്ടിലും EG is equal to 6 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇവരെ കണ്ടക്ടിവിറ്റി ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം അവിടെ എന്ത് ചെയ്യും? ഡിഫോമാലിറ്റീസ് ഉണ്ടാവും, അല്ലെ? നമ്മുടെ മെറ്റീരിയൽ ഡിഫോംഡ് ആയി പോകാനുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കണ്ടക്ടിങ് പ്രോപ്പർട്ടി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഈ ബാൻഡ് ഗ്യാപ്പ് കൊണ്ടാണ്. ഇനി അടുത്തത് നമുക്ക് സെമി കണ്ടക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിലിക്കൺ, ജെർമേനിയം പോലുള്ള മെറ്റീരിയൽസ്, ഇവർ കണ്ടക്ഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുമെന്നും പറയാം, എന്നാൽ ചെയ്യത്തില്ല എന്ന് ചോദിച്ചാൽ ചെയ്യത്തില്ലെന്നും പറയാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇവരുടെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറയുന്നത് EG എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു എനർജി ഒക്കെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയലിനെ ഒന്ന് ഹീറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ എനർജി ഒക്കെ അബ്സോർബ് ചെയ്ത് പെട്ടെന്ന് ജമ്പ് ചെയ്യാനുള്ള ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവരുടെ ഇടയിൽ, അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു സ്യൂട്ടബിൾ കണ്ടീഷനിൽ പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കണ്ടക്ടേഴ്സിന്റെ കാര്യം നമ്മൾ പിന്നെ പറയണ്ടല്ലോ. ഇവരുടെ കേസിൽ നമ്മുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കാം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നില്ല. ഇവർ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇലക്ട്രോൺസിന് പോയി കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഹയർ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സോളിഡ്, അല്ലെങ്കിൽ ഇവരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, കണ്ടക്ടർ, ഇവരെ 3 പേരുടെയും കണ്ടക്ടിവിറ്റിനെ നമുക്ക് അവരുടെ ബാൻഡ് എനർജി വെച്ചിട്ട് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ജസ്റ്റ് ഇവരുടെ കുറച്ച് ഞാനിപ്പോൾ ഫിഗർ കാണിച്ചിട്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ എഴുതി എൻ്റെ എക്സാമ്പിൾസോട് വെച്ചിട്ടുണ്ട്. ഇൻസുലേറ്ററിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഫോർബിഡൻ ഗ്യാപ്പ് അല്ലെങ്കിൽ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്.
കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്, വാലൻസ് ബാൻഡ് ഫുൾ ആണ്. ഇവിടെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. എക്സാമ്പിൾ നമുക്ക് വുഡും പ്ലാസ്റ്റിക്കും പറയാം. സെമി കണ്ടക്ടറിന്റെ കേസിൽ നമ്മളിപ്പോൾ സിലിക്കണും ജെർമേനിയും ആണല്ലോ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്. അപ്പം സിലിക്കണിന്റെ കേസിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടും ജെർമേനിയത്തിന്റെ കേസിൽ 0.7 ഇലക്ട്രോണും ആണ് അവരുടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ എന്താ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫുൾഫിൽഡ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആണെന്ന് നമുക്ക് പറയാം. കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആണ് അല്ലെങ്കിൽ എം ടി, കാരണം ആ കണ്ടീഷൻ വെച്ചിട്ട്. പാർഷ്യലി ഫിൽഡ് വാലൻസ് ബാൻഡ് ആണെങ്കിൽ ബാക്കി ഇലക്ട്രോൺസ് എവിടെ കാണും? കണ്ടക്ഷൻ ബാൻഡിൽ കാണും. ഫുള്ളായിട്ടിരിക്കുന്ന വാലൻസ് ബാൻഡ് ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിരിക്കും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു, സിലിക്കണും ജെർമേനിയവും ആണെന്ന്. ഇനി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ബാൻഡ് ഗ്യാപ്പ് തീരെ ഇല്ല, നോ ബാൻഡ് ഗ്യാപ്പ്. രണ്ടുപേരും ഓവർലാപ്പ് ചെയ്തിരിക്കുക, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും. പിന്നെ ഇവിടെ നമുക്ക് പറയാം കണ്ടക്ഷൻ ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആണെന്ന്, അല്ലെ? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും രണ്ടും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് ഫുൾ ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. കുറച്ച് ആൾക്കാർ വാലൻസ് ബാൻഡിലും കാണും, കുറച്ച് കണ്ടക്ഷൻ ബാൻഡിലും കാണും. അതുകൊണ്ട് നമുക്ക് പാർഷ്യലി ഫിൽഡ് എന്നുള്ള ഒരു കണ്ടീഷൻ പറയാം രണ്ടിനും. പിന്നെ ഇവരുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് കോപ്പർ, അലൂമിനിയം പോലെയുള്ള മെറ്റീരിയൽസ് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലെക്ചർ. അപ്പം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഫസ്റ്റ് ലെക്ചർ ആയിരുന്നു ഇത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുള്ള നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ ഡെറിവേഷനും ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ബാൻഡ് ഗ്യാപ്പിൻ്റെ വെച്ചിട്ടുള്ള കണ്ടക്ടേഴ്സ്, സോളിഡിൻ്റെ ക്ലാസിഫിക്കേഷൻസും ചെറിയ മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ക്ലാസിക്കൽ ഫ്രീ ഇലക്ട്രോൺ തിയറി, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വട്ടവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാം പഠിക്കാം. ഓക്കെ, താങ്ക് യു.